വിവാഹമെന്ന് പറയുന്നത് പലരുടെയും സ്വപ്നമാണ്. രണ്ട് മനസ്സുകളുടെ, രണ്ട് കുടുംബങ്ങളുടെ ഒരുമിക്കൽ. എന്നാൽ ഇന്നത്തെ ലോകത്ത് പലപ്പോഴും ഒറ്റപ്പെടലിന്റെയും ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിന്റെയും നടുവിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. പ്രായം കടന്നു പോകുമ്പോൾ, അനുയോജ്യരായ പെൺകുട്ടികളെ കിട്ടാതെ വരുമ്പോൾ ആളുകൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും. ലക്ഷങ്ങൾ മുടക്കാനും കയ്യിലുള്ള സർവ്വ സ്വത്തുക്കളും അടിയറവ് വെക്കാനും അവർ മടിക്കില്ല. പക്ഷേ ഈ നിസ്സഹായതയും ആഗ്രഹങ്ങളെയും ഒരു വലിയ കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് ചിലർ. ഒരു പവൻ സ്വർണത്തിലും ഒരു വ്യാജ ID കാർഡിലും ഒന്നോ രണ്ടോ ദിവസത്തെ അഭിനയത്തിലും തകർന്നു വീഴുന്നത് നൂറുകണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളാണ്. ഭോപ്പാലിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മെയ് മാസത്തിലെ ഒരു ദിവസം നടന്നു കയറിയ ഒരു സാധാരണക്കാരനിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ഒരു വലിയ വ്യാജവധു ശൃംഖലയുടെ കഥ കാണാം. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. (2025) മെയ് 3 മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള സഭായി മധോ പോലീസ് സ്റ്റേഷൻ. സമയം രാവിലെ ഏകദേശം 9 മണി. സ്റ്റേഷൻ ഹൗസ് ഓഫീസറും കോൺസ്റ്റബിൾമാരും എത്തിച്ചേരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് 44-45 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ വളരെ വിഷമത്തോടെ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നത്. പേര് വിഷ്ണു ശർമ്മ. SHOയെ കണ്ടതും അയാൾ വിങ്ങിപ്പൊട്ടി. "സർ, എന്റെ ഭാര്യയെ കാണാനില്ല സർ. രാവിലെ എണീറ്റപ്പോൾ വീട്ടിൽ അവളില്ല. വീട് മുഴുവനും തിരക്കി. ഒരു വിവരവുമില്ല സർ. നേരം വെളുത്തിട്ട് 2-3 മണിക്കൂറല്ലേ ആയുള്ളൂ. അതിനിടയിൽ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതിയുമായി വരാൻ ഇതെന്താ കുട്ടിക്കളിയാണോ എന്ന് പോലീസ് ചോദിച്ചു. എന്നാൽ വിഷ്ണു ശർമ്മ തുടർന്നു, "അതല്ല സർ. ഭാര്യയെ കാണാനില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. എൻ്റെ മൊബൈൽ ഫോൺ കാണാനില്ല. ബാഗിലുണ്ടായിരുന്ന 30,000 രൂപയും കാണാനില്ല. അതിനൊപ്പം ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത മാലയും വളയും അതും കാണാനില്ല." വിഷ്ണു ശർമ്മ തന്റെ കഥ പോലീസിനോട് വിശദീകരിച്ചു. പ്രായമേറെയായിട്ടും വിവാഹം നടക്കാതിരുന്ന വിഷ്ണു 2 ഏജന്റുമാരെ സമീപിക്കുകയായിരുന്നു. പാവപ്പെട്ട പെൺകുട്ടിയാണെന്നും വിവാഹ ചെലവുകളും ആഭരണങ്ങളും വിഷ്ണു തന്നെ വഹിക്കണമെന്നും ഏജന്റുമാർ പറഞ്ഞു. 2 ലക്ഷം രൂപ കമ്മീഷനായി വാങ്ങി അവർ രേഖ എന്ന പെൺകുട്ടിയുമായി വിഷ്ണുവിന്റെ വിവാഹം നടത്തിക്കൊടുത്തു. ഭോപ്പാലിൽ സഹോദരനൊപ്പം വാടകയ്ക്ക് താമസിച്ചിരുന്ന രേഖ വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾക്കുള്ളിൽ പണവും സ്വർണവുമായി മുങ്ങിയിരിക്കുന്നു. പോലീസ് അന്വേഷണത്തിനിറങ്ങി. രേഖയുടെ ID കാർഡും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പരിശോധിച്ചു. രേഖ താമസിച്ചിരുന്ന വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല. അവർ വാടക വീട് ഒഴിഞ്ഞു പോയിരുന്നു. ഇതൊരു സാധാരണ കുടുംബ വഴക്കോ ഒളിച്ചോട്ടമോ ആയിരിക്കുമെന്ന് പോലീസ് കരുതിയിരിക്കുമ്പോഴാണ് കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം ഭോപ്പാലിലെ തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ അടുത്ത പരാതി എത്തുന്നത്. പരാതിക്കാരൻ 52 വയസ്സുകാരൻ ജബ്ബാർ. സമാനമായ കഥ. മെയ് 4 ജബ്ബാർ മാനസി എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. 2 ലക്ഷം രൂപ ഏജന്റുമാർക്ക് കമ്മീഷൻ കൊടുത്തു. ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങി നൽകി. എന്നാൽ സംഭവത്തിന് തലേ ദിവസം രാത്രി മാനസി നൽകിയ ഭക്ഷണം കഴിച്ച് ജബ്ബാർ ഗാഢമായി ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ മാനസിയെയും വീട്ടിലെ പണവും സ്വർണവും കാണാനില്ല. സംശയം തോന്നിയ പോലീസുകാർ 2 സ്റ്റേഷനുകളിലെയും ID കാർഡുകൾ ഒത്തുനോക്കി. രേഖയുടെയും മാനസിയുടെയും ID കാർഡുകളിൽ പേര് വ്യത്യസ്തമാണെങ്കിലും ഫോട്ടോ ഒന്ന് തന്നെയായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് കേസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറി. SP തലത്തിൽ അന്വേഷണം തുടങ്ങി. മധ്യപ്രദേശിലെ തന്നെ ബർഗാഡ് എന്ന സ്ഥലത്ത് ഫെബ്രുവരിയിൽ സമാനമായി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് രാജ്യവ്യാപകമായി പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. രാജസ്ഥാനിൽ സുമൻ എന്ന പേരിൽ ധർമ്മരത്നം എന്നയാളെ കബളിപ്പിച്ച് 3-ാം ദിവസം മുങ്ങിയ വധു. UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും 1 ഡസനിലേറെ വ്യാജ ID കാർഡുകൾ, വ്യത്യസ്ത പേരുകൾ, എന്നാൽ ഒരേ പെൺകുട്ടിയുടെ ഫോട്ടോകൾ. കേസ് അന്വേഷണം പുരോഗമിക്കവേ ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്ക് സമീപത്ത് നിന്ന് പോലീസിന് മറ്റൊരു വിചിത്ര കേസ് ലഭിക്കുന്നു. താരാചന്ദ് എന്ന ധനികനായ വ്യക്തി തന്റെ 2 ആൺമക്കൾക്കായി കാജൽ, തമന്ന എന്നീ സഹോദരിമാരെ വിവാഹം കഴിച്ചു നൽകി. പെൺകുട്ടികളുടെ പിതാവ് ഭഗത് സിംഗ് പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞതിനാൽ 11 ലക്ഷം രൂപ താരാചന്ദ് തന്നെ വിവാഹത്തിനായി ചിലവ് നൽകി. വളരെ ആഘോഷമായി നടന്ന വിവാഹം. എന്നാൽ 48 മണിക്കൂർ തികയുന്നതിന് മുൻപ് താരാചന്ദിന്റെ മക്കൾ അച്ഛന്റെ മുറിയിലേക്ക് ഓടിയെത്തി. "അച്ഛാ, അവരെ കാണാനില്ല. കാജലിനെയും തമന്നയെയും കാണാനില്ല. അവരുടെ അച്ഛനെയും അമ്മയും കാണാനില്ല. അലമാരകൾ തുറന്നു കിടക്കുന്നു. വീട്ടിലെ മുഴുവൻ സ്വർണവും പണവും കവർന്ന് ആ കുടുംബം ഒന്നാകെ മുങ്ങിയിരിക്കുന്നു." പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഭഗത് സിംഗിനെയും ഭാര്യയെയും
മകൾ തമന്നയും പോലീസ് പിടികൂടിയെങ്കിലും കാജൽ രക്ഷപ്പെട്ടു. ഈ കുടുംബം മുഴുവൻ ചേർന്നാണ് ഇത്തരം തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്തിരുന്നത്. വ്യാജ ആധാർ കാർഡുകളും വ്യാജ ഐഡികളും നിർമ്മിച്ചു നൽകുന്ന ഒരു കൂറ്റൻ നെറ്റ്വർക്ക് തന്നെ ഇതിനു പിന്നിലുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇവരെ പിടികൂടാൻ ഭോപ്പാൽ പോലീസ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, പ്രോജക്ട് റിവേഴ്സ്. സുമുഖനായ ഒരു യുവ കോൺസ്റ്റബിളിനെ പോലീസ് അണ്ടർ കവർ ഏജന്റായി രംഗത്തിറക്കി. തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ഏജന്റ് സ്ഥിരമായി വരുന്ന ഒരു ചായക്കടയിൽ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ഈ കോൺസ്റ്റബിൾ എത്തി. കളിയിലൂടെ സൗഹൃദം സ്ഥാപിച്ചു. ഭയ്യ, എനിക്ക് ബിസിനസ് ഒക്കെ ഉണ്ട്, പണത്തിനൊന്നും ഒരു കുറവുമില്ല, പക്ഷെ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ കിട്ടുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ ഭയ്യ, പെൺകുട്ടിയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം, പക്ഷെ ഇത്തിരി ചിലവുണ്ട്, എന്റെ കമ്മീഷൻ തരണം. ചിലവിനെ കുറിച്ചൊന്നും താൻ വിഷമിക്കണ്ട, എത്രയാണെങ്കിലും തരാം. അവർ തന്റെ ബാഗിൽ നിന്ന് സുന്ദരികളായ പെൺകുട്ടികളുടെ ഫോട്ടോകൾ പുറത്തെടുത്തു. അതിൽ നിന്നും പോലീസുകാരൻ ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചു. 2025 ജൂൺ 6 രാവിലെ 10 മണി ഭോപ്പാലിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് പെൺകുട്ടിയെ നേരിട്ട് കാണാൻ ധാരണയായി. അന്ന് റെസ്റ്റോറന്റിൽ സാധാരണ വേഷത്തിൽ പോലീസുകാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് ഒരു കാറിൽ ഏജന്റും സുന്ദരിയായ ഒരു പെൺകുട്ടിയും അവളുടെ സഹോദരനും എത്തുമ്പോഴേക്കും അണ്ടർ കവർ കോൺസ്റ്റബിൾ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഏജന്റ് പെൺകുട്ടിയെ പരിചയപ്പെടുത്തി. ഇതാണ് അൽക്ക യാഗ്നിക്, ഇതാണ് അവളുടെ സഹോദരൻ. നാണം കലർന്ന പുഞ്ചിരിയോടെ അൽക്ക ഇരുന്നു. സംസാരിക്കുന്നതിനിടയിൽ കോൺസ്റ്റബിൾ പതിയെ ചോദിച്ചു, അല്ല അൽക്ക, ഞാൻ നിന്നെ എന്ത് പേര് വിളിക്കണം? അതെന്താ ചോദ്യം? അൽക്ക എന്ന് വിളിച്ചാൽ പോരെ? അതല്ല, നിന്നെ രേഖ എന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ മാനസി, അതുമല്ലെങ്കിൽ വയോമിക. ഈ പേരുകൾ കേട്ടതും അൽക്കയുടെയും കൂടെയുണ്ടായിരുന്നവരുടെയും മുഖം വിളറി. കോൺസ്റ്റബിൾ ഒരല്പം കൂടി മുന്നോട്ടാഞ്ഞ് അനുരാധയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ നിന്നെ അനുരാധ പസ്വാൻ എന്ന് വിളിക്കാം. അനുരാധ പസ്വാൻ. ആ പേര് കേട്ടതും മൂവരും ഞെട്ടി എഴുന്നേറ്റു. എന്നാൽ അവർക്ക് രക്ഷപ്പെട്ട് ഓടാൻ കഴിഞ്ഞില്ല. കാരണം റെസ്റ്റോറന്റ് മുഴുവൻ പോലീസുകാർ വളഞ്ഞിരുന്നു. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അനുരാധ പസ്വാൻ എന്ന യഥാർത്ഥ കുറ്റവാളിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 7 മാസത്തിനിടെ 25 ആളുകളെയാണ് അനുരാധ വിവാഹം കഴിച്ചത്. ഓരോ കല്യാണത്തിൽ നിന്നും ചുരുങ്ങിയത് 2 പവൻ വെച്ച് 50 പവനിലധികം സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും അവൾ തട്ടിയെടുത്തു. 100 പവനോളം മൂല്യമുള്ള തട്ടിപ്പാണ് 7 മാസം കൊണ്ട് നടത്തിയത്. UP സ്വദേശിയായ അനുരാധ മുൻപ് ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഭർത്താവുമായി പിരിഞ്ഞ ശേഷമാണ് ഈ റാക്കറ്റിലെത്തുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, UP, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാജ പേരുകളിൽ മാറി മാറി കല്യാണം കഴിച്ച് മുങ്ങുകയായിരുന്നു ഇവരുടെ രീതി. സോഷ്യൽ മീഡിയയിലൂടെയും ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലൂടെ വിവാഹം നടക്കാതെ നിൽക്കുന്ന പുരുഷന്മാരെ കണ്ടെത്തി വ്യാജ ഏജന്റുമാർ വഴി വലയിലാക്കുകയാണ് ഇവരുടെ പ്രധാന തന്ത്രം. അപരിചിതരായ ഏജന്റുമാരെ വിശ്വസിക്കുമ്പോഴും കൃത്യമായ അന്വേഷണം നടത്താതെ പെട്ടെന്ന് വിവാഹത്തിന് തീരുമാനമെടുക്കുമ്പോഴും ഒന്നോർക്കുക, ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അൽക്കയോ രേഖയോ അടുത്ത ദിവസം നിങ്ങളുടെ സർവസ്വവും കൊണ്ട് മുങ്ങുന്ന മറ്റൊരു അനുരാധ പസ്വാൻ ആയേക്കാം.